ലസാഗു, ഉസാഖ ഇവയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ചോദ്യം നോക്കൂ. 24, 15, 36 എന്നീ സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏത്? ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇവിടെ LCM കാണാം. ലസാഗു നമുക്ക് ഡിവിഷൻ മെത്തേഡിൽ കാണാം അല്ലേ? അപ്പോൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. 2 24നെ 36നെ കോമൺ ഫാക്ടറാണ് അല്ലേ? 4 ആണെങ്കിലോ 4 ഇവയുടെ കോമൺ ഫാക്ടർ അല്ലേ? അപ്പോൾ സ്പീഡ് ചെയ്യാൻ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 15 അതുപോലെ എഴുതി 9. ഇനിയോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? എന്ത് കിട്ടും? 2, 5, 3. ഇനി കോമൺ ഫാക്ടർ ഇല്ലല്ലോ. അപ്പോൾ ലസാഗു 4 × 3 × 2 × 5 × 3. ഇവിടെ 2 × 5 എത്രയാണ്? 10. ബാക്കി നോക്കിയോ? 4 × 3 × 3 = 36. അപ്പോൾ 36 × 10 = 360. അപ്പോൾ LCM എത്രയാണ്? 360. ഇനി ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏത്? 9999. അപ്പോൾ നമുക്ക് ഈ സംഖ്യയെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. ഇവിടെ ശിഷ്ടം എത്രയാണ്? 279. അപ്പോൾ 9990ൽ നിന്ന് 279 കുറയ്ക്കുക. എത്ര കിട്ടും? 9720. ഉത്തരം 9720. അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യയെ ലസാഗു കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കുറച്ചാൽ മതി ഉത്തരം കിട്ടാൻ അല്ലേ? അടുത്ത ചോദ്യം. ഇതെങ്ങനെ ചെയ്യാം? 12, 15, 18 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന മൂന്നക്ക സംഖ്യയല്ലേ കാണേണ്ടത്? എന്ത് ചെയ്യും? ഇവയുടെ ലസാഗു കാണാം അല്ലേ? 12, 15, 18 ആദ്യം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 എടുക്കാം അല്ലേ? അപ്പോൾ 4, 5, 6. ഇനി 2 കൊണ്ട്. അപ്പോൾ 2, 5, 3. ഇനി ലസാഗു കാണാമല്ലോ. 2 × 5 10. ബാക്കി 3 × 2 × 3 18. അപ്പോൾ 180. 180 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 180 തന്നെയല്ലേ? അപ്പോൾ ഉത്തരം 180. ഈ ചോദ്യം നോക്കൂ. 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8. ഇങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 9, 12, 14 ഇവയുടെ പൊതുഗുണിതം ഇവയുടെ ലസാഗു ആയിരിക്കുമല്ലോ. അപ്പോൾ LCM കാണാം. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9, 6, 7. ഇനി 3 കൊണ്ട്. അപ്പോൾ 3, 2, 7. അപ്പോൾ ലസാഗു എത്ര? 2 × 3 × 3 × 2 × 7 252. അടുത്തത് നോക്കൂ. ഇവിടെ 9, 12, 14 ഇവ ഡിവൈസറാണല്ലോ. ഈ ഡിവൈസറിൽ നിന്ന് ഈ തന്നിരിക്കുന്ന റിമൈൻഡർ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 9 - 3 എത്ര? 6. ഇതുപോലെ 12 - 6 6, 14 - 8 6. എല്ലാം ഒരുപോലെയല്ലേ? അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ LCMത്തിൽ നിന്ന് ഈ കോമൺ ഡിഫറൻസ് കുറയ്ക്കാം. 252 - 6 = 246. ആൻസർ 246. അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും ഒരു സംഖ്യയും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ ഏത്? 2 സംഖ്യകളുടെ ഗുണനഫലം അവയുടെ ലസാഗുവിൻ്റെയും ഉസാഖയുടെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ സംഖ്യ 1 × സംഖ്യ 2 = ലസാഗു × ഉസാഖ. അപ്പോൾ 72 × സംഖ്യ 2 = 144 × 24. അപ്പോൾ സംഖ്യ 2 = 144 × 24/72. 24ഉം 72ഉം ക്യാൻസൽ ചെയ്ത് 1ഉം 3ഉം ആയി. ഇനി 3ഉം 144ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 144നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 48 അല്ലേ? 144ലെ 14നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, ശിഷ്ടം 2, 2ഉം 4ഉം കൂടി 24, 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. അപ്പോൾ ഉത്തരം 48. അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ ഉസാഖയും ഗുണനഫലവും തന്നിരിക്കുന്നു. ലസാഗു കാണണം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണല്ലോ. ലസാഗു × ഉസാഖ സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ ലസാഗു × 8 = 256. ലസാഗു = 256/8 = 32. ആൻസർ 32.